ടെസ്റ്റിംഗ് ബഡിയുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മങ്കി ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ്. മങ്കി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളതും വളരെ ബേസിക്കും ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ടൈപ്സിൽ വരുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ സാധാരണയായിട്ടുള്ള സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ജൂനിയർ സോഫ്റ്റ്വെയർ ഫ്രഷേഴ്സിന്റെ ഇന്റർവ്യൂകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് മങ്കി ടെസ്റ്റിംഗ്. വളരെ ഡെപ്തിലൊന്നും പഠിക്കേണ്ട കാര്യമില്ലെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമുക്കതിലേക്ക് പോകുമ്പോൾ അതായത് ഇതിന്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മങ്കി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇതിന്റെ പേര് പോലെ തന്നെ മങ്കി ടെസ്റ്റിംഗ്, അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ആസ് ലൈക്ക് എ മങ്കീസ്. കൃത്യമായിട്ട് ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ, ഒരു ബോധമില്ലാതെ, അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ ടെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് മങ്കി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഡെഫിനേഷനിലേക്ക് പോവുകയാണെങ്കിൽ, monkey testing is a type of testing in which an application is tested with random input without following any predefined flow of set of test cases. അതായത് മങ്കി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് ഇൻ വിച്ച് ആപ്ലിക്കേഷൻ ഈസ് ടെസ്റ്റഡ് വിത്ത് റാൻഡം ഇൻപുട്ട്, റാൻഡം ആയിട്ടുള്ള ഇൻപുട്ടുകൾ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നു വിത്തൗട്ട് ഫോളോയിങ് എനി പ്രീഡിഫൈൻഡ് സെറ്റ് ഓഫ് ഫ്ലോ ഓഫ് ടെസ്റ്റ് കേസ്. നമ്മൾ കൃത്യമായ ഒരു ടെസ്റ്റ് കേസ് എഴുതുകയോ ടെസ്റ്റ് പ്ലാൻ എഴുതുകയോ കൃത്യമായ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ റാൻഡം ആയിട്ട് ഇൻപുട്ട് കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് മങ്കി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ, അതായത് മെയിൻ എയിം, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രാഷ് ദ സിസ്റ്റം അല്ലെങ്കിൽ ബ്രേക്ക് ദ സിസ്റ്റം. ഓക്കെ, ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്, സിസ്റ്റം ബ്രേക്ക് ചെയ്യുക, സോഫ്റ്റ്വെയർ ബ്രേക്ക് ചെയ്യുക, വെബ്സൈറ്റ് ബ്രേക്ക് ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷൻ അണ്ടർ ടെസ്റ്റ് ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതിനാണ് നമ്മൾ മങ്കി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ സ്ട്രക്ചേർഡ് അല്ല, ടെസ്റ്റ് കേസ് ഒന്നും എഴുതുന്നില്ല, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസുകളില്ല, ഇൻപുട്സുകളില്ല, റാൻഡം ആയിട്ടുള്ള ഇൻപുട്ടുകളാണ്, ഒഫീഷ്യൽ അല്ല. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുള്ളത്, എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗിൽ നമുക്ക് കൃത്യമായി ആപ്ലിക്കേഷനെ കുറിച്ച് ധാരണയുണ്ടാവും, വെരി ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ആപ്ലിക്കേഷൻ. ഇവിടെ അതില്ല. അതാണ് മെയിൻ വ്യത്യാസം. അത് വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സിൽ പോകുമ്പോൾ മനസ്സിലാവും. ദ ടെസ്റ്റർ പെർഫോമിംഗ് മങ്കി ടെസ്റ്റിംഗ് ഈസ് നോട്ട് നെസസറിലി ഇക്വൽ ടു ഹാവ് ദ ആപ്ലിക്കേഷൻ അണ്ടർസ്റ്റാൻഡിങ്. ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ടെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആവശ്യമില്ല. പിന്നെന്താണ്? ദർ ഇസ് നോ പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ടെസ്റ്റ് കേസസ്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസുകളോ ടെസ്റ്റ് പ്ലാൻ ഒരു പ്രൊസീജിയറും ഇതിൽ ആവശ്യമില്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് റാൻഡം ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണിത്. പോരാത്തതിന് ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു ഐഡിയയും ഒരു ധാരണയും നമുക്ക് ആവശ്യമില്ല. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സാധാരണ പലതരം ടെസ്റ്റിങ്ങുകളുണ്ട്. ആ ഒരു ടെസ്റ്റിങ്ങിലൂടെ ഒന്നും കിട്ടാത്ത, കണ്ടുപിടിക്കാൻ പറ്റാത്ത റയർ ആയിട്ടുള്ള ബഗ്സ് കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു മങ്കി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള അതിന്റെ എയിം ക്രാഷ് ചെയ്യുക, സിസ്റ്റം ക്രാഷ് ചെയ്യുക, ആപ്ലിക്കേഷൻ ക്രാഷ് ചെയ്യുക, ഫെയിലിയർ ആക്കുക, ബ്രേക്ക് ആക്കുക എന്നുള്ളതായതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും സ്ട്രെസ് ടെസ്റ്റിംഗിൽ ഇത് ഉപയോഗിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മങ്കി ടെസ്റ്റിങ്ങിലൂടെ ഒരു ബഗ്സ് കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ റയർ ആയിട്ടുള്ള ബഗ്സ് കിട്ടും, പക്ഷെ നമുക്ക് ഹാർഡാണ് ബഗ്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ള ടാസ്ക്. വളരെ ഹാർഡാണ് മങ്കി ടെസ്റ്റിങ്ങിലൂടെ. കാരണം കൃത്യമായ ധാരണയില്ലാതെ നമ്മൾ ചെയ്യുന്നതായതുകൊണ്ട് ബഗ്സ് കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. പക്ഷെ ഇതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് ആലോചിച്ച് വെക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സപ്പോസ് ഒരു ബഗ് കിട്ടുകയാണെങ്കിൽ ആ ബഗ് റീപ്രൊഡ്യൂസ് ചെയ്യുക. എങ്ങനെയാണ് ആ ബഗ് വന്നതെന്ന് ബഗ് റിപ്പോർട്ട് ചെയ്യാൻ ഡെവലപ്പർക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റെപ്സ് എഴുതാനും കാര്യങ്ങളും അത് റിപ്പോർട്ട് ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ റാൻഡമായി ചെയ്തുകൊണ്ടും ടെസ്റ്റ് കേസ് എഴുതാത്തതുകൊണ്ടും ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാത്തതുകൊണ്ട് എങ്ങനെയാണ് ബഗ് വന്നതെന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. ഓൺലൈൻ ലൈവ് ട്രെയിനിങ്, മാനുവൽ ആൻഡ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്, ലൈവ് പ്രൊജക്ട്, ഇന്റേൺഷിപ്പ് ആൻഡ് സോഫ്റ്റ്വെയർ സർട്ടിഫിക്കേഷൻ, ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷന് വേണ്ടി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.